ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തസ്നി എന്നാണ്. ഞാൻ ജോലി ചെയ്യുന്നത് UAE ഒരു ഹോം കെയർ ഗിവറായിട്ടാണ് ജോലി ചെയ്യണത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു സോറി പറഞ്ഞു തുടങ്ങാം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. എൻ്റെ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ കുറേ നാൾക്ക് മുന്നേ ഒരു 2-3 വർഷമൊക്കെ മുന്നേ തോന്നുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കേരളത്തിലിരിക്കുമ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോസാണ്. അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാതിരുന്ന കാര്യം തന്നെ എനിക്ക് എൻ്റെ ക്യാമറേനെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള പേടി കാരണവും ഒരു ആങ്സൈറ്റി ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും കുറേ ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ഞാൻ വന്നേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ക്ഷമ പറയാൻ കാര്യം, എന്തെങ്കിലും പോരായ്മകളൊക്കെ വീഡിയോയിലുണ്ടെങ്കിൽ ക്ഷമിക്കുക. പോകെയുള്ള വീഡിയോയിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പം ഞാനിപ്പം ഈ പേടിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഒരു അറബിക് ഫാമിലിയിൽ ഞാൻ അവിടെ ഒരു പേഷ്യൻറ്റിന്, ഇവിടുത്തെ അമ്മാനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കണേ. അപ്പോൾ ആ ജോലിയുടെ സാധ്യതകളെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യണത് തന്നെ. കാരണം ഇപ്പം നമ്മൾക്ക് ഇവിടെ അറബിക് ഫാമിലികളിൽ ഈ പേഷ്യൻ്റ് കെയറിന് നമുക്ക് ഒത്തിരി നല്ല നല്ല അവസരങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഉമ്മച്ചിയും വാപ്പിച്ചിയൊക്കെ കുവൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളാണ് നേരത്തെ പണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ ഇപ്പം പ്രായമായ ആളുകളുണ്ട്, പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഈ അവിടെ ജോലിക്ക് നിൽക്കുന്ന മെയ്ഡുമാർ തന്നെയാണ് ആ കൂട്ടത്തിൽ ഇവരുടെ കാര്യങ്ങളും കൂടെ നോക്കി പോകുന്ന അങ്ങനെയൊക്കെയായിരുന്നു. അല്ലാതെ ഈ പേഷ്യൻ്റ് കെയറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരാളെ നിർത്തുന്ന അങ്ങനെയുള്ള സിസ്റ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ പേഷ്യൻറ്റിന് വേണ്ടി മാത്രം ആളുകൾ നിർത്തും. അപ്പോൾ എൻ്റെ വിചാരം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇതും നേഴ്സുമാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്നിട്ട് എന്ത് പഠിക്കാം, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്ന സമയത്താണ് ഞാൻ CTP എന്ന് പറഞ്ഞിട്ടും GD അങ്ങനെ 2 കോഴ്സുകളാണ് ഞാൻ ചെയ്തത്. ഈ 2 കോഴ്സും പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് പുറത്തോട്ട്, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലല്ലെങ്കിലും അറിയാമല്ലോ, നമ്മൾ കെയർ ഹോമുകളിലൊക്കെ ഒത്തിരി അവസരങ്ങളുണ്ട്. അതല്ലാതെ ഈ UAE ഇപ്പം ഞാൻ ഇരിക്കുന്നത് അജ്മാനിലാണ്, UAE. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇതിന് അവസരങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സാലറി, ഇപ്പം ഞാൻ പഠിച്ചിട്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷെ അപ്പോഴത്തെ സാലറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസും ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടുന്നത് വളരെ ചുരുങ്ങിയ സാലറിയിലാണ് നമ്മൾ നാട്ടിൽ ജോലി ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാലറി എങ്ങനെയാണ്, പിന്നെ കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഈ ജോലി. പിന്നെ മിക്ക ആളുകളും എൻ്റെ മാതിരി തന്നെ വിചാരിച്ചിരിക്കുകയാണ് നേഴ്സുമാർക്ക് മാത്രമാണ് ഇങ്ങനെ ഹോം കെയറുകളിൽ വന്നിട്ടാണെങ്കിലും പേഷ്യൻ്റ് കെയർ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരുവിധപ്പെട്ട. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എന്നോട് നീ നേഴ്സല്ലല്ലോ പിന്നെ എങ്ങനെ കയറി എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ആളുകൾക്കും അറിയില്ല. അപ്പം അങ്ങനെ അറിയാത്ത ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വരുന്ന വീഡിയോസിൽ നമുക്ക് ഞാൻ പഠിച്ചത് എന്താണ്, നമ്മളെങ്ങനെയാണ് ഇങ്ങോട്ടെത്തിയത്, അതെന്തൊക്കെയാണ് ഫോർമാലിറ്റീസ്, പിന്നെ പേഷ്യൻ്റ് കെയർ അതിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, പിന്നെ അറബിക് ഫാമിലിയിൽ ഉള്ള ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ, പിന്നെ ഇവിടുത്തെ ജേണിയിൽ എന്തെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അതൊക്കെ ഷെയർ ചെയ്ത് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പം വീണ്ടും എന്താ പറയുക യൂട്യൂബിൽ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ കൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ പകപ്പിഴകളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കണ്ണങ്ങോട്ടും കയ്യും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പോണേ. വോയിസിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും. അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് പോകെയുള്ള വീഡിയോസിൽ നമുക്ക് എല്ലാം ശരിയാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സ് ആണെങ്കിലും പരിചയമുള്ളവരാണെങ്കിലും +2 വരെയൊക്കെ വിദ്യാഭ്യാസമുള്ള ഒത്തിരിയും എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് ഹൗസ് മെയ്ഡായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യണം എന്നറിയാണ്ട് പിന്നെ പാർട്ട് ടൈമായിട്ട് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് കിട്ടുന്ന സാലറി, റൂം റെൻറ്റും പിന്നെ ഫുഡും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടിൽ കയക്കാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനെയും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ എനിക്കിവിടെ അറിയാം. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറയണത് ഹൗസ് മെയ്ഡായിട്ട് ജോലി ചെയ്യണത് മോശമാണെന്നൊന്നും അല്ല കേട്ടോ, അത് നല്ല ജോലി തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും +2 വരെയെങ്കിലും നമ്മൾ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചവർ മുതൽ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനൊരു ചാൻസ് ഉണ്ടെങ്കിൽ
നമുക്കും നമ്മുടെ ഗ്രോത്തിനും അത് തന്നെയല്ലേ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഓരോ 2 വർഷം 1 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ആവുകയും നമുക്ക് അതനുസരിച്ച് നമ്മുടെ സാലറിയിലും നമ്മുടെ കരിയറിലും ഒക്കെ ഗ്രോത്ത് ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ തന്നെ നമ്മൾ സ്റ്റക്കായി പോവുകയാണ്. ഇപ്പം ഒരു ഹൗസ് മെയ്ഡായിട്ടൊക്കെ നിന്നാലേ അപ്പോൾ പിന്നെ അത് തന്നെയല്ല, ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, ഞാൻ അറബിക് ഫാമിലി ജോലി ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്കറിയാം കുറേ ടാസ്കുള്ള ജോലികളാണ്, കുറേ ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എനിക്ക് എന്തായാലും ദൈവം സഹായിച്ച് നല്ല ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. ഞാൻ നല്ല രീതിയിലാണ് ഇപ്പോൾ ആ ജോലി ചെയ്ത് മുന്നോട്ട് പോണേ. അപ്പോൾ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യണേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ലൈക്കൊന്നും ചോദിക്കുന്നത് ശരിയല്ല, ചെയ്യാൻ പറയണത് ശരിയല്ല. പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി നമുക്ക് പോരായ്മകളൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു. Please follow me.